Meet the editors. വിലങ്ങിൽ മൗനമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ 335ഓളം അനധികൃത കുടിയേറ്റക്കാരെ 3 വിമാനങ്ങളിലായിട്ട് ഇതിനകം തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. 4മതൊരു വിമാനം കൂടി പുറപ്പെടാൻ തയ്യാറാവുന്നു. ഈ ആഴ്ച അവസാനത്തോടു കൂടി എത്തുകയും ചെയ്യും. വലിയ വിവാദമായത് കൈവിലങ്ങണിയിച്ചും കാൽവിലങ്ങണിയിച്ചും പുരുഷന്മാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവരെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. C-17 പ്രതിരോധ വിമാനത്തിലാണ് കൊണ്ടുവന്നത്. ഇതിൽ പ്രതിപക്ഷം ഉയർത്തിയ ആശങ്കകൾ മോദി എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചില്ല എന്നതാണ് ചോദ്യം. ഇന്ന് വന്ന വിമാനത്തിലും ഈ പറയുന്ന വിവാദം കൂടി കയറി വരികയാണ്. തലപ്പാവ് പോലും ധരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. വിലങ്ങിൽ മൗനമായിരുന്നോ പ്രധാനമന്ത്രിക്ക്? വിലങ്ങിൽ നിശ്ചയമായും മൗനമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 5-ാം തീയതിയാണല്ലോ ആദ്യത്തെ ഫ്ലൈറ്റ് വരുന്നത്. 104 ഇല്ലീഗൽ മൈഗ്രൻസുമായിട്ട് ആദ്യത്തെ ഫ്ലൈറ്റ് വരുന്നു. അതൊരു മിലിറ്ററി എയർക്രാഫ്റ്റ് തന്നെയായിരുന്നു, അല്ലേ? ആ മിലിറ്ററി എയർക്രാഫ്റ്റ് വരുന്നു. ആദ്യമായി ഇന്ത്യയുടെ മണ്ണിൽ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ലാൻഡ് ചെയ്യുന്നു, ചരിത്രത്തിലാദ്യമായിട്ട്. 104 ഇല്ലീഗൽ ഇമിഗ്രൻസിനെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു. അവരവരുടെ അനുഭവങ്ങൾ തന്നെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. 40 മണിക്കൂർ യാത്രയായിരുന്നു, കയ്യിൽ വിലങ്ങ് വെച്ചിരുന്നു, അതുപോലെ തന്നെ കാലിൽ ചെങ്ങലയിട്ടിരുന്നു. ഒരു ടോയ്ലറ്റ് ബ്രേക്കാണ് ഉണ്ടായിരുന്നത്. ആ ടോയ്ലറ്റ് ബ്രേക്ക് തന്നെ എങ്ങനെയാണ് ഈ കൈവിലങ്ങോ കാൽച്ചെങ്ങലയോ അഴിച്ചു മാറ്റില്ല, അവരെ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കൈവിലങ്ങുകൾ അഴിച്ചിരുന്നില്ല. ഈ അനുഭവമാണ് അങ്ങേയറ്റം എന്താ പറയുക, ഹൊററായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്നാണ് അന്ന് വന്ന യാത്രക്കാർ പറഞ്ഞത്. അത് ഫെബ്രുവരി 5-ാം തീയതിയിലത്തെ അനുഭവമാണ്. ആ ഫെബ്രുവരി 5-ാം തീയതിയിലത്തെ അനുഭവത്തിന് ശേഷം രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടിരുന്നല്ലോ. ഇപ്പോൾ സാധാരണഗതിയിൽ അമേരിക്ക ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസാണ്. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞത് എന്താണ്? അൺപ്രസിഡൻറ്റഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കൊമേഴ്സ്യൽ ഫ്ലൈറ്റാണ് ഉപയോഗിക്കുക, യാത്രാ വിമാനമാണ് ഉപയോഗിക്കുക. അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷമായി ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇന്ത്യയിലേക്ക് തന്നെ അമേരിക്ക ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒബാമയുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, ബൈഡൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 15,000-ഓളം ആളുകളെ അമേരിക്ക ഇങ്ങോട്ടേക്ക് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊമേഴ്സ്യൽ ഫ്ലൈറ്റിലായിരുന്നു. പക്ഷേ ആദ്യമായി ഇതാ മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നു. അത് ആദ്യം പറയുന്നത് ആരാണ്? ഈ കാര്യത്തെക്കുറിച്ചൊരു ഇൻ്റർനാഷണൽ ഫോറത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ ന്യൂസ് പേപ്പർ തന്നെയാണ്, അമേരിക്കയിൽ നിന്നിറങ്ങുന്ന പത്രമാണ് പറഞ്ഞത്, ന്യൂയോർക്ക് ടൈംസാണ് പറഞ്ഞത് ഇത് അൺപ്രസിഡന്റഡ് ആണ് എന്ന്. കാരണം എന്താ പറയുക, ആ സൊസൈറ്റിക്കകത്ത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വലിയ സങ്കല്പങ്ങളുണ്ട്, വലിയ മൂല്യബോധമുണ്ട് അവർക്ക്. ഇത് ചെയ്തുകൂടാ എന്നുള്ളത് ന്യൂയോർക്ക് ടൈംസിന്റെ നിലപാടായിരിക്കുന്നു. നമുക്ക് ആ ആകാംക്ഷ ഉണ്ടായില്ലെന്നേ എന്ന് മാത്രവുമല്ല, എന്താണ് ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി ആദ്യത്തെ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്ത സമയത്ത്, ആ വിമാനം വന്ന സമയത്ത് രാജ്യമെമ്പാടും പ്രതിഷേധമുണ്ടായപ്പോൾ രാജ്യസഭയിൽ ഒരു പ്രസ്താവന നടത്തിയല്ലോ. ആ പ്രസ്താവനയിൽ പറഞ്ഞു ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്നുള്ള നിലയ്ക്കാണ്. അതായത് അമേരിക്കയിൽ ഈ പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നും അവരുടെ ഒരു രീതിയാണ് ഈ കാര്യങ്ങൾ എന്നും ആണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി ആ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ആ പ്രസംഗത്തിൽ വലിയ കാര്യമായ ശ്രദ്ധ ആരും കൊടുക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്, ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇങ്ങനെയാണ് ഞങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി അമേരിക്ക ഇന്ത്യയെ അറിയിച്ചിരുന്നു എന്നുള്ളത് രാജ്യസഭയിൽ ജയശങ്കർ നടത്തുന്ന പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാനത് ഉദ്ധരിക്കാം. അദ്ദേഹം പറയുന്നു, ഹൗവർ വി ഹാവ് ബീൻ ഇൻഫോംഡ് ബൈ ICE എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആരുടെ? അമേരിക്കയുടെ. വി ഹാവ് ബീൻ ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളോട് അറിയിച്ചിരുന്നു. എന്താണ് അറിയിച്ചിരുന്നത്? ദാറ്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ ആർ നോട്ട് റെസ്ട്രെയിൻഡ്. അതായത് കുട്ടികളെയും സ്ത്രീകളെയും ഞങ്ങൾ റെസ്ട്രെയിൻ ചെയ്യില്ല, ഞങ്ങൾ ബന്ധിക്കില്ല. Further, the needs of deportees, including during transit, related to food and other necessities, including possible medical emergencies, are attended to. During toilet breaks, deportees are temporarily unrestrained if needed in that regard. ഇതാണ് പറഞ്ഞത്. അതായത് വളരെ കൃത്യമായി തന്നെ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ, ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ എന്താ പറയുക, അവരെ അങ്ങനെ പിന്നെ റെസ്ട്രെയിൻ ചെയ്യില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കറിയാൻ വയ്യാത്ത കാര്യമായിരുന്നില്ല. എന്നിട്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. യാതൊരു പ്രതികരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. ഫെബ്രുവരി 12-ാം തീയതിയും 13-ാം തീയതിയും പിന്നെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിനെ കാണാനായിട്ട് മോഡി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അതിനു മുമ്പ് തന്നെ സ്ട്രോങ്ലി വേർഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് MEAക്ക് ഇറക്കാം. ഇത്തരം സന്ദർഭം
സന്ദർഭങ്ങളിൽ, രാജ്യം അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ ഉയർത്തിയിട്ടുമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് എത്ര പ്രാവശ്യം ബ്രേക്കപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ബ്രേക്കപ്പുകളുടെയൊക്കെ സമയത്ത് ഇന്ത്യ എത്ര സ്ട്രോങ്ലി വേർഡായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളാണ് നടത്താറുള്ളത്. എന്ന് മാത്രമല്ല, ബയലാറ്ററൽ ടോക്സ് നിർത്തിവെച്ചിട്ടില്ലേ. നിങ്ങൾ ഈ രീതിയിലാണ് ഈ രാജ്യത്തോട് പെരുമാറുന്നത് എങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, എല്ലാ ട്രേഡ് അഗ്രിമെൻസും റദ്ദാക്കിയെന്ന് പറഞ്ഞാൽ നിർത്തിവെച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്താണ് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടിടിക്കുന്നത്, അത് മുട്ടിടിക്കാൻ പാടില്ലല്ലോ. നോക്കൂ, അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഒരു ഫ്ലൈറ്റ് വരുന്നു, ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഒരു ഫ്ലൈറ്റ് വരുന്നു, ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ 12, 13 തീയതികളിൽ മോഡിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ആ രാജ്യം സന്ദർശിക്കുന്ന 4ാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ് നരേന്ദ്രമോദി. എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയും നമ്മുടെ ടൈസ് അവരുമായി ശക്തമാക്കാൻ ശ്രമിക്കുകയും വലിയ ട്രേഡ് അഗ്രിമെൻ്റ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? $500 ബില്യൺ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വലിയ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിക്കാൻ പോകുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ട്ണറാണ്. കാരണം എന്താ വെച്ചാൽ, ചൈനയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യ സബ് കോണ്ടിനെൻറ്റിൽ ഇന്ത്യയുമായിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തന്ത്രപരമായ കൂട്ടുകെട്ട് എപ്പോഴും ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ കമ്പോളങ്ങളിലൊന്നും ഇന്ത്യയല്ലേ. ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ട്രേഡ് അഗ്രിമെൻ്റ് ആണ് നോക്കൂ, $500 ബില്യൺ ട്രേഡ് അഗ്രിമെൻ്റ് ആണ്. എപ്പോഴത്തേക്ക് 5 വർഷം കൊണ്ട് നമ്മൾ നടത്താൻ പോകും. നമ്മൾ എത്ര യുദ്ധവിമാനങ്ങളാണ് വാങ്ങിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ കോഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എഗ്രിമെൻ്റ് ആയിരിക്കുന്നു. ഈ എഗ്രിമെൻ്റൊക്കെ 12-ാം തീയതി രാവിലെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുമ്പോൾ അന്ന് രാവിലെ തയ്യാറാക്കുന്നതല്ല ഈ എഗ്രിമെൻറ്റ്. മോഡി അന്ന് രാവിലെ അവിടെ ലാൻഡ് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ലല്ലോ. അത് വളരെ മുമ്പ് തന്നെ ആലോചിച്ച് കാലേക്കൂട്ടി തീരുമാനിച്ച് പരസ്പരം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ തന്നെ ചർച്ച ചെയ്തിട്ടാണ് ഈ എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാക്കുക. അപ്പം മോഡി വരുന്നു എന്നറിയാം, ഇത്ര വലിയൊരു എഗ്രിമെൻറ്റിലേക്ക് പോവുകയാണെന്നറിയാം, നമ്മുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഇന്ത്യ എന്നറിയാം. അപ്പോഴാണ് ഇന്ത്യയോട് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ബൈഡൻ്റെ കാലത്തും അതുപോലെ തന്നെ ഒബാമയുടെ കാലത്തും ഒക്കെ ആളുകളെ ഇങ്ങോട്ട് ഡിപ്പോർട്ട് ചെയ്യുമ്പോഴൊന്നുമേ അവരത് വളരെ സൈലൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ആ ഭരണാധികാരികളുടെ പ്രത്യേകതയാണ്. അതേസമയം ഇവിടെ എന്താ പറയുക, ഹൈലി ഡെമോൺസ്ട്രേറ്റിംഗ് ആണ്. വലിയ രീതിയിൽ മിലിറ്ററി എയർക്രാഫ്റ്റ് വിട്ടിടാ ഞങ്ങളെ ഇമിഗ്രൻസിനെ അങ്ങോട്ടേക്ക് കടത്തുകയാണെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ ആവശ്യമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു പോസ്റ്ററിങ്, അതൊരു ഡെമോൺസ്ട്രേഷൻ ആണ് അദ്ദേഹം നടത്തുന്നത്. ഒരു മിലിറ്ററി മൈറ്റാണ് കാണിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അപമാനകരമാണ്. ഞാൻ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതി തന്നെ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എം ഇറക്കിയിരുന്നെങ്കിൽ ഈ രീതിയിൽ അമേരിക്കയ്ക്ക് വീണ്ടും അത് തന്നെ തുടരാൻ കഴിയില്ല. അതേപോലെ തന്നെ 12-ഉം 13-ലും ഈ പറയുന്നത് ദിവസങ്ങളിൽ ചർച്ച നടത്തിയല്ലോ. ഈ ചർച്ചയിൽ ഇത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അതുകൊണ്ടല്ലേ ഇന്നലെ രാത്രിയിലും ഇതേ കാര്യം ആവർത്തിക്കുന്ന അമേരിക്ക. നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്കാരെ ഇത്ര മോശമായി ഇന്ത്യക്കാരോട് പെരുമാറുന്നു എന്നൊരു വിഷയം എടുത്തുന്നയിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അത് ആവർത്തിക്കാൻ ഒരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരാൾ തയ്യാറാകില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നോക്കൂ, ഇപ്പം ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രിമിനൽസ് അല്ലെന്നേ. അവരവിടെ പോയിരിക്കുന്നത് എങ്ങനെയാണ്? ഇന്നലെ വന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ വാർത്താ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖങ്ങൾ ഞെട്ടിക്കുന്നതല്ലേ. ഒരു മനുഷ്യനെ, ആ പഞ്ചാബിൽ നിന്നുള്ള ഒരാളാണ്, അയാൾ പറഞ്ഞു, ഞാൻ 40 ലക്ഷം രൂപ കടമെടുത്തിട്ടാണ് ഒരു ഏജൻസിക്ക് കൊടുത്തത്. ആ ഏജൻസി എന്നെയും കൊണ്ട് മെക്സിക്കൻ അതിർത്തിയിലൂടെ നടക്കാൻ പെട്ടുപോവുകയാണ് ആളുകൾ 3 ദിവസം. എന്നിട്ട് മാത്രമോ, അങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന വഴികളിൽ ഇതുപോലുള്ള മൈഗ്രൻസേ മരിച്ചു കിടക്കുന്നത് കാണാം ഈ മനുഷ്യന്. ഈ രീതിയിലാണ്. അങ്ങനെ മെക്സിക്കൻ അതിർത്തി കടക്കുമ്പോൾ തന്നെ അമേരിക്കൻ പട്ടാളം പിടിക്കുന്നു. നിങ്ങൾ അതിനിടയ്ക്ക് കണ്ടിരിക്കുമല്ലോ, US ബോർഡർ ഫോഴ്സ് ഇന്ത്യക്കാരെ പിടിച്ചിട്ടുള്ള വീഡിയോ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിങ്ങനെ ഹാൻഡ് കഫ്ഡ് ആണ്, ചെങ്ങലയിട്ടുണ്ട്. ശരിയാണ്, ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ പിടിക്കുമ്പോൾ കൈവിലങ്ങൊക്കെ അണിയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റുകൊണ്ട് ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മൾ ഡീറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ബംഗാളിലൊക്കെ വലിയ ഡീറ്റൻഷൻ സെൻറ്റർ ഉണ്ട്. നമ്മൾ ഒരിക്കലും അവരെ ഒരു ക്രിമിനൽസ് ആയിട്ടോ അവരെ ഒരു ജയിൽ തടവുകാരായിട്ടോ അല്ല കാണുന്നത്. അനധികൃതമായി കുടിയേറിയിട്ടുണ്ട്. ആ കുടിയേറിയത് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത സാഹചര്യം. ആ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവരെ കൊണ്ടുവന്നൊരു സെൻറ്ററിലാക്കിയിട്ട് കൃത്യമായൊരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ മറ്റു രാജ്യങ്ങളുമായി സംസാരിച്ചത് മ്യാൻമാറിൽ നിന്നാണെങ്കിലും ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും ശ്രീലങ്കയിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ്. എവിടെ നിന്നാണെങ്കിലും അങ്ങനെയാണ്. എന്നിട്ട് നമ്മളൊരു പ്രോപ്പർ ചാനലിലൂടെ അവരെ അപ്പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവരോടൊന്നും ഇൻഹ്യൂമനായിട്ട് പെരുമാറുന്ന ഒരു രീതി ഇന്ത്യക്കില്ല. അത് ഏത് ഭരണകൂടം ഭരിക്കുമ്പോഴും ഇല്ല. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഇന്ത്യക്കാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്. ഇന്ത്യ സ്ട്രോങ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഇത് ആവർത്തിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, UK പൗരന്മാരൊക്കെ ആണിങ്ങനെ ഇല്ലീഗൽ മൈഗ്രൻസ്. UK പൗരന്മാരുണ്ടാവുമല്ലോ, ഫ്രാൻസിൽ നിന്നുണ്ടാവുമല്ലോ, യൂറോപ്പിൽ നിന്ന്
നിന്നൊക്കെ എത്രയോ ആളുകൾ മെക്സിക്കൻ അതിർത്തി വഴി കടന്നു കയറുന്നുണ്ടാവും അമേരിക്കയിലേക്ക്. അവരോടൊക്കെ ഇങ്ങനെ കാണിക്കുമോ? കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്, ഒരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യക്കാരോട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്തൊരു വംശീയതയുടെ പ്രശ്നം പോലും ഉണ്ടെന്നേ. ഒരു വൈറ്റ് മാൻ വേഴ്സസ് എന്താ പറയുക, നമ്മളൊക്കെ ഈ തവിട്ട് നിറമുള്ള തൊലിപ്പുറത്തെ തവിട്ട് നിറമുള്ള ആളുകളാണല്ലോ. നമ്മളോടൊരു അപ്രോച്ചിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ഇവരോട് ഇങ്ങനെ ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യക്കാരുടെ ഒരു മൈറ്റ് കാണിക്കണം നമ്മൾ ഈ സ്ഥലത്തൊക്കെ. നമുക്കത് പറ്റുമെന്നേ. നമ്മൾ ഏറ്റവും വലിയ രാജ്യമല്ല, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം, ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ മൈറ്റ് കാണിക്കേണ്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ മുട്ടുമടക്കി നിന്നാൽ ഇതും സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ, ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മോഡി ഈ പ്രശ്നം ഉയർത്തിയിട്ടേ ഉണ്ടാവില്ല എന്ന്. ചില ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്റർനാഷണൽ ലീഡേഴ്സ് മീറ്റ് ചെയ്യുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കണമെന്ന്. നോക്കൂ, ഒരു രാജ്യമുണ്ടല്ലോ, ഒരു വ്യക്തി, അമേരിക്ക ഇങ്ങനെയല്ലല്ലോ എന്നേ. അമേരിക്കയുടെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെടിയേറ്റ് മരിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക വിമാനം വിടും. എന്നിട്ട് ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വന്ന് നാട്ടിൽ വന്ന് വലിയ സല്യൂട്ടോടുകൂടി സംസ്കരിക്കുക. എന്താ പറയുക, അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ പോയിരിക്കുന്ന ഒരാളാണ് അവിടെ മരിച്ചിരിക്കുന്നത്. ഇനി മാത്രമല്ല, എവിടെയെങ്കിലും അമേരിക്കക്കാർ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ പ്രവർത്തനം എന്താ? അമേരിക്ക അപ്പം ബോർഡറൊന്നും നോക്കത്തില്ല, അപ്പം അടിക്കും, അപ്പം യുദ്ധം പ്രഖ്യാപിച്ച് അപ്പം അടിക്കും. അങ്ങനെ ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കൻ ജീവനുകൾക്കൊക്കെ വാല്യൂ ഉണ്ട്, അമേരിക്കയിലെ മനുഷ്യർക്ക് വാല്യൂ ഉണ്ട്. മോഡി പറയുന്നുണ്ടായിരുന്നല്ലോ, $800 ബില്യൺ സംഭാവനയാണ് ഇന്ത്യക്കാർ അവിടെ പോയിട്ട് അമേരിക്കൻ എക്കണോമിക്ക് പ്രതിവർഷം സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും വലിയ കോൺട്രിബ്യൂഷൻ കൂടി നടത്തുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തോടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ശക്തമായി നമ്മളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യം വരും. അത് അന്താരാഷ്ട്ര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അത് ഉയർത്തിപ്പിടിക്കാനുള്ള മൈറ്റ് കാണിക്കാൻ നമ്മളുടെ ഭരണാധികാരികൾ തയ്യാറാണ്. അതിന് പകരം എൻ്റെ ഫ്രണ്ടാണ് മോഡി ട്രംപ് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് അഭിമാനിക്കുന്നതിനും അപ്പുറം ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു നല്ല രാഷ്ട്ര നേതാവാകുക. ഞാൻ രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തൊരു രാഷ്ട്ര നേതാവിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. ആ രാഷ്ട്ര നേതാവായി ഉയരാൻ മോഡിക്ക് കഴിഞ്ഞിട്ടില്ല. മോഡി ഈ വിഷയം ഉന്നയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉന്നയിച്ചുവെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഏതാണ്ട് 480ഓളം ആളുകളുടെ ലിസ്റ്റിംഗ് കൊണ്ട് തന്നിട്ടുണ്ട്. 330 ആളുകളെ വന്നിട്ടുള്ളൂ. ഇത് തന്നെ ആവർത്തിക്കുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഇന്ത്യ അതിൻ്റെ നിശബ്ദത ഓച്ചാനിച്ച് നിന്ന് തുടരുകയും ചെയ്യും. വിലങ്ങിൽ മൗനമോ എന്നാണ് ചോദ്യം. ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി F-35 വിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലൊരു ധാരണ വരുന്നു. അതേപോലെ ഇപ്പോഴും മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറയുന്നത് പോലെ മേക്ക് ഇന്ത്യ എഗെയിൻ ഗ്രേറ്റ് എന്ന് പറയുന്നൊരു ക്യാമ്പയിനും മുദ്രാവാക്യം കൊടുക്കുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോഴും ഓൺ റിയാലിറ്റി ഈ വിലങ്ങ് വെച്ചുകൊണ്ടുവരുന്നവരുടെ കാര്യത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല. വിലങ്ങിൽ മൗനം. നമ്മൾ ഒരു തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ആദ്യത്തെ തവണ വിലങ്ങ് അണിയിച്ച് ഇന്ത്യക്കാരെത്തിയപ്പോൾ ആ ഞെട്ടലിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിത് രണ്ടാമതെടുക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പിന്നെയും അതുതന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചർച്ചയിൽ എന്താണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്? രാജ്യാഭിമാനത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്ന ഒരു സർക്കാർ അല്ലേ, രാജ്യാഭിമാനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുതന്നെയാണ് ട്രംപിൻ്റെ രീതിയും. അപ്പോൾ അങ്ങനെ രണ്ട് രാഷ്ട്ര നേതാക്കൾ കാണുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രാഭിമാനം അവിടെ അടിയറ വയ്ക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ നടത്തിയ പ്രതികരണത്തിലും ആ വിധേയത്വം പ്രകടമായിരുന്നു. ആ വിധേയത്വമാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ്. ഇനി കരാറുകളും ഇപ്പോൾ വന്ന ആളുകൾ ഇപ്പോൾ ഞായറാഴ്ച അമൃത്സർ എയർപോർട്ടിലെത്തിയത് 112 പേർ, ശനിയാഴ്ച 116 പേർ, അങ്ങനെയല്ലേ? അപ്പോൾ 3 തവണയായി 332 പേരെ ഇതിനകം നാട് കടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുള്ളതിൽ പല കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്യൂ റിസർച്ച് സെൻറ്റർ കണക്ക് പ്രകാരം 7 ലക്ഷം അനധികൃത ഇന്ത്യക്കാർ ഉണ്ടെന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 3.25 ലക്ഷം എന്നാണ്. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്നത് 2,20,000 എന്നാണ്. അപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നയമാണ്. നമ്മളും അനധികൃത കുടിയേറ്റക്കാരെ അവിടെ നിർത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ രഹസ്യമായി ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടാകാമെന്ന് പറഞ്ഞത് ശശി തരൂരാണ്. അങ്ങനെ രഹസ്യമായി പറയേണ്ട പ്രതിഷേധമല്ല, നമ്മൾ ഉറക്കെ പറയേണ്ട പ്രതിഷേധമാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും അത് ആവർത്തിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ചർച്ചയിൽ വന്നത് പ്രധാനമായും ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങളെ പിടികൂടുന്നതിൽ ഇരു രാഷ്ട്രങ്ങളും എങ്ങനെ സഹകരിക്കണം എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നു വന്നത്. അല്ലാതെ തിരിച്ചയക്കുന്നതിൽ കാണിക്കേണ്ട മാന്യതയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയല്ലെങ്കിൽ നമ്മളെ വീണ്ടും അപമാനിക്കുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കരാറുകളുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടം രാജ്യത്തിനുണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ? അമേരിക്ക ഇപ്പോൾ US നിന്നുള്ള എണ്ണ പ്രകൃതിവാതക ഇങ്ങോട്ടേക്ക് അയക്കുന്നത് കയറ്റുമതി
കൂട്ടാനുള്ള തീരുമാനമായിരിക്കുന്നു. പകരം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ പെട്രോൾ വാങ്ങുന്നത് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ പോകേണ്ടി വരും. പിന്നെ US കോടിക്കണക്കിന് ഡോളറിൻ്റെ യുദ്ധസാമഗ്രി നമ്മൾ വാങ്ങുന്നു, യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ പറയുന്നത് F-35 വിമാനങ്ങളല്ലേ. ഈ F-35 വിമാനങ്ങളെ ഈ ഇലോൺ മസ്ക് തന്നെ പറയുന്ന വലിയ ചെലവുള്ളത്, മോശം വിമാനങ്ങൾ, വലിയ ചെലവുള്ളതാണ്, കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറയുന്നതാണ് നമുക്ക് തരാൻ പോകുന്നത്. അതിലാണ് നമ്മളിപ്പോൾ അഭിമാനം കൊണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാരണം. ഇനി ഇന്ത്യ തീരുവ കുറയ്ക്കാമെന്നുള്ള കാര്യത്തിലും നമ്മളെ പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ തീരുവ വളരെ കൂടുതലാണ് എന്ന രൂപത്തിൽ, അപമാനിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, അത് കുറയ്ക്കുന്ന രൂപത്തിലേക്ക് ഒരു ചർച്ച പോവുകയാണെങ്കിൽ അമേരിക്കയുടെ കാര്യത്തിൽ മാത്രം ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു അന്താരാഷ്ട്ര ഉടമ്പടി അക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഉടമ്പടി തെറ്റിച്ചുകൊണ്ടാണോ നമ്മൾ അമേരിക്കയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടെടുക്കുന്നത്? അതിൽ വ്യക്തതയില്ല. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം. പിന്നെ അവർക്ക് നമ്മൾക്ക് അവരെയാണ് വേണ്ടത് എന്ന രൂപത്തിലാണ് ആ ചർച്ചകൾ മുഴുവൻ പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യ വലിയ വിപണിയാണല്ലോ. വലിയ വിപണിയാകുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചാലും റഷ്യയെ സംബന്ധിച്ചാലും ചൈനയെ സംബന്ധിച്ചാലും ഇന്ത്യൻ വിപണിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് അവർക്ക് കൂടിയുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടെടുത്തുകൊണ്ട് അതിൽ ഒരു പവറുണ്ട്. ആ പവർ നമ്മൾ ഉപയോഗിച്ചില്ല. ഒരു വാണിജ്യ മേധാവിത്വം ആ രൂപത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ അത് അംഗീകരിക്കുന്ന രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇതുവരെയുള്ള സർക്കാരുകളിൽ നമ്മൾ കണ്ട ഒരു സർക്കാരിലും ഈ രൂപത്തിൽ ഒരു വിധേയത്വം, ഒരു സഹകരണം അത് വലിയ രൂപത്തിലൊക്കെ ആഘോഷിക്കപ്പെടാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ആണവ കരാറും ആ രൂപത്തിൽ ആഘോഷിച്ചു. അപ്പുറത്ത് CPM എതിർത്ത് പോയെങ്കിലും അതിലും നേട്ടങ്ങൾ ഉണ്ടായോ എന്നുള്ള കാര്യം പിന്നീട് ചർച്ചയ്ക്ക് വരുമ്പോൾ വർഷങ്ങളോളം അതിൽ എത്രത്തോളം വൈകലുണ്ടായി, അതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ. അതവിടെ നിൽക്കുന്നു. പക്ഷേ ഇതൊരു വിധേയത്വത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്ന വിഷയത്തിലാണ്. ഇതിൽ ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുടെ പ്രതികരണം നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞു. ജയ്തീന്ദ്ര സിംഗ് എന്ന് പറയുന്ന സിഖ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഏജൻറ്റ് പറ്റിച്ചതാണ്. ഏജൻറ്റ് പറ്റിച്ചു എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്നേ പറ്റിക്കൽ തുടങ്ങുകയാണ്. ഭൂമി വിൽക്കുന്നു, അങ്ങനെ 50 ലക്ഷം കൊടുക്കുന്നു, സഹോദരിമാരുടെ സ്വർണം പണയം വയ്ക്കുന്നു. പിന്നെ അതുകൂടാതെ ഈ ഏജൻറ്റ് പാതി വഴിയിൽ വെച്ച് ഇയാളെ ഇട്ടു പോവുകയാണ്. അതിനുശേഷം ഇവരെ ഈ തടകലിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ വളരെ മോശമായ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട്. ഒരു ആപ്പിളും ജ്യൂസും മാത്രമാണ് ദിവസം ഒരു നേരം കൊടുക്കുന്ന ഭക്ഷണമായിട്ട്. ഒരു ആപ്പിൾ കൊടുക്കും, ജ്യൂസ് കൊടുക്കും, ചിപ്സ് കൊടുക്കും. അതാണ് ഒരു ദിവസത്തെ ഭക്ഷണം. ഇതാണ് അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെ സംബന്ധിച്ച് വിശ്വാസം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സിഖുകാരെ സംബന്ധിച്ച് തലപ്പാവ് എന്നുള്ളത്. ആ തലപ്പാവ് ഊരാൻ പറയുകയല്ല, അത് ഊരി വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ തരത്തിൽ അവർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗുരുദ്വാര കമ്മിറ്റിയൊക്കെ അതിൽ വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ മറ്റൊരു കക്ഷിയാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ, മറ്റൊരു സർക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ BJP വിഷയത്തെ എങ്ങനെ കാണുമായിരുന്നു? എത്ര ശക്തമായി പ്രതികരിക്കുമായിരുന്നു? ഇന്ത്യക്കാർ ഈ രൂപത്തിൽ മടങ്ങി വന്നിട്ടും അതിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് ഇവിടെ പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. ഇനി എന്താണ് മോദിക്കുണ്ടായിരിക്കുന്ന നേട്ടം എന്നുള്ളത് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ചോദ്യമാണല്ലോ അവിടെ നിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ അദാനിയുടെ കാര്യത്തിൽ ഒരു ഇളവ് കൊടുത്ത് അദാനി ഗ്രൂപ്പിൻ്റെ സോളാർ പദ്ധതികൾക്കൊപ്പം നിൽക്കാൻ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകി എന്നുള്ളതായിരുന്നല്ലോ ആ കേസ്. ആ കേസിൽ ചട്ടം ലംഘിച്ചു എന്ന ആ കേസിൽ ട്രംപ് 3 മാസത്തേക്ക് അത് നിർത്തിവെച്ചിട്ടുണ്ട്. അതാണ് മോദിക്കുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതാണ് ഉണ്ടായിരിക്കുന്ന നേട്ടം. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം, ജനങ്ങൾക്ക് അപമാനമുണ്ടായ വിഷയം, ഇതിലൊന്നും തന്നെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതികരണം സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മോദിയിൽ നിന്ന് തന്നെ ആ പ്രതികരണം ആവശ്യപ്പെടുന്നു. അത് വിദേശകാര്യമന്ത്രി നടത്തിയാൽ പോരാ, പ്രധാനമന്ത്രി നടത്തേണ്ടതാണ്. ആ മൗനം വെടിഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിൽ. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തീർച്ചയായിട്ടും വിലങ്ങിൽ മൗനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടാവാം ആ മൗനം. ഞാനിതിനെ സമീപിക്കുന്നത് ഇതൊരു ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഇതേപോലെ ഇല്ലീഗലായി പോകുന്ന ആളുകളുണ്ട്, കുടിയേറിപ്പോകുന്നവരെയുണ്ട്. അവരെ ആരും തന്നെ ഇന്ത്യ രാജ്യം ക്രിമിനലുകളായിട്ടല്ല കാണുന്നത്. നോക്കൂ, ആദ്യത്തെ ഫ്ലൈറ്റിലെത്തിയ 104 പേർ, പിന്നീടെത്തിയ 116 പേർ, പിന്നീടെത്തിയ 112 പേർ, ഇനിയും എത്താൻ പോകുന്ന 24,974 പേരുടെ കണക്കാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിൽ ഈ പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ മുഴുവൻ ഇന്ത്യയിലേക്ക് നാട് കടത്തുമെന്നുള്ളതും ഉറപ്പാണ്. നാട് കടത്തേണ്ടത് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ താല്പര്യമാണ്. ഇന്ത്യ എന്ന രാജ്യം ഒരിക്കലും ഇല്ലീഗൽ ഇമിഗ്രേഷനെ അഥവാ അനധികൃതമായ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാത്തൊരു രാജ്യമാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇല്ലീഗലായിട്ട് ഇമിഗ്രൻ്റായിട്ട് പോകുന്ന ഒരാളെ ഒരു രാജ്യം ഡിപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തെത്തിച്ചാൽ ആ രാജ്യം അയാളെ ഒരു ക്രിമിനലായിട്ട് കണക്കാക്കുന്നില്ല. എങ്ങനെയാണ് 2 വ്യക്തികളൊഴികെ ബാക്കി മുഴുവൻ ആളുകളെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും പോലീസ് വാഹനത്തിലാണ് അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചത്. പല സാഹചര്യങ്ങളിൽ ചീറ്റ് ചെയ്യപ്പെട്ടു പോയ ഇന്ത്യക്കാരാണ് ഇതേപോലെ ഇല്ലീഗൽ മൈഗ്രൻ്റായി ആ നാടുകളിൽ
പ്രവേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്ക എന്ന രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ചട്ടവിരുദ്ധമായി വന്നേക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ്. അവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ താല്പര്യമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അതെങ്ങനെയാണ് ഇന്ത്യ പോലൊരു രാജ്യം എടുക്കേണ്ടത്, മറ്റു രാജ്യങ്ങൾ എടുക്കേണ്ടത്? നോക്കൂ, യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തേക്കും ഇതേപോലെ ഒരു മിലിറ്ററി എയർക്രാഫ്റ്റും അമേരിക്ക അയക്കുന്നില്ലല്ലോ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെ എണ്ണം കുറവാണ്. അതാത് രാജ്യങ്ങളിലുള്ള മാനവ വിഭവശേഷിയുടെ വികസനം എന്ന് പറയുന്നത് അമേരിക്കയുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു ഫിൻലൻഡുകാരനോ ഒരു സ്വിറ്റ്സർലൻഡുകാരനോ എന്തിനേറെ ഒരു ബ്രിട്ടീഷുകാരനോ പോലും ഇല്ലീഗലായിട്ട് അമേരിക്കയിൽ പോകേണ്ട ഒരു ആവശ്യം നോർമൽ സാഹചര്യങ്ങളിലില്ല. എന്നാൽ പഞ്ചാബിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഒരു വലിയ ജീവിതം പ്രതീക്ഷിച്ച് 65-70 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് പോകുന്ന ഒരാൾ അവിടെ നിന്നും തിരികെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് അന്തർദേശീയ കവനൻറ്റുകളില്ലേ, ഇൻ്റർനാഷണൽ കവനൻറ്റുകൾ പ്രകാരം എങ്ങനെയാണ് ഒരു ഇമിഗ്രൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നത് വ്യക്തമായി പറയുന്നില്ലേ? ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നല്ലോ. ജോ ബൈഡൻ്റെ സമയത്ത്, ഒബാമയുടെ സമയത്ത് നമ്മൾ ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻറ്റിനെ നമ്മുടെ നാട് സ്വീകരിച്ചിട്ടുണ്ട്. 780 പേരെയാണ് ഒബാമയുടെ കാലത്ത് ഇന്ത്യയിലേക്ക് നാട് കടത്തിയിരുന്നത്. ജോ ബൈഡൻ്റെ കാലത്ത് 900 പേരെയാണ് നാട് കടത്തിയിരുന്നത്. പക്ഷേ ഇവരാകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിലങ്ങണിയിച്ചായിരുന്നില്ല എത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ നിയമപുസ്തകത്തിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ക്രിമിനലുകളായി കണക്കാക്കിക്കൊണ്ട് ഡീപ്പോർട്ട് ചെയ്യാം, ഹൈ റിസ്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവരെ കൊണ്ടുപോകാം എന്നുണ്ട്. പക്ഷേ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് വരുന്നതുവരെയും മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇന്ത്യയിലേക്ക് ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരാൻ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഡൊണാൾഡ് ട്രംപ് മുൻനിർത്തുന്ന റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ ആശയമാണ്. അവർക്ക് ജോ ബൈഡനെതിരെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് മുഴുവൻ കുടിയേറ്റക്കാരെയും വിലങ്ങു വെച്ച് പുറത്തു കളയും, ഏലിയൻസ് ആൻഡ് ക്രിമിനൽസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് നരേന്ദ്രമോദി മൗനം പാലിച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു. നമുക്ക് ഏറ്റവും നന്നായി ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സൊവേറിറ്റി അഥവാ പരമാധികാരം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ പൗരന്മാരിലും ഇന്ത്യയിലുള്ള സ്ഥാപനജംഗമ വസ്തുക്കളിൽ മേൽ സ്റ്റേറ്റിനുള്ള അവകാശം മാത്രമല്ല, പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാരിലും. അതുകൊണ്ടാണല്ലോ നമുക്ക് എംബസികളും കൗൺസിലേറ്റുകളും ഉള്ളത്. ആ പുറത്തുള്ള പൗരന്മാരിലും ഇന്ത്യക്കൊരു പരമാധികാരമുണ്ട്. ആ പൗരന്മാരും ഇന്ത്യയുടെ പൗരന്മാരാണ്. അവരെ മാന്യമായി കൈമാറാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അത് പൗരന്മാരുടെ ആത്മാഭിമാനവും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അംഗീകരിക്കലാണ്. അതിനു പറ്റിയ കോണ്ടെക്സ്റ്റ് ആയിരുന്നില്ലേ ഇത്? $190 ബില്യൺ ഉണ്ടായിരുന്ന ഇന്ത്യ US വ്യാപാര കരാർ ഇന്ന് $500 ബില്യൺ മാറ്റാൻ വേണ്ടി മോഡി ട്രംപ് ധാരണയായിരിക്കുന്നുവെന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം. അത് ഏത് രീതിയിൽ വരുമെന്നുള്ളതിനെക്കുറിച്ച് 2 ചർച്ചകൾ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആ വ്യാപാര കരാർ 3 മടങ്ങോളം വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുമെങ്കിൽ നമ്മളൊരു ബാർഗെയിനിങ് പവറല്ലേ? ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ $500 ബില്യൺ വാങ്ങൽ ശേഷിയുള്ള, കൈമാറ്റ ശേഷിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വലിയ ട്രേഡ് താരിഫുകൾ വെക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ നിങ്ങൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സോവറിറ്റി അംഗീകരിച്ചുകൊണ്ട് മൈ ഫ്രണ്ട് ട്രംപ് എന്നുള്ളത് നയതന്ത്രത്തിലും പ്രതിഫലിക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. നോക്കൂ, റഷ്യയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് പ്രതിരോധ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ 62%. ഇന്നത് മാറി 32% താഴ്ന്നു. കാരണം എന്താ? നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തു തുടങ്ങി. അപ്പോൾ അമേരിക്കയെ നമ്മൾ പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സഹകരണം വർദ്ധിപ്പിച്ചു. അമേരിക്കയെ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലും നമുക്കൊരു ബാർഗനിങ് പവറാവാൻ മാറിയില്ലെങ്കിൽ ഇതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അമേരിക്ക കൽപ്പിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ ഇവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് ഇതുവരെ സാധ്യമായിരുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഇതുവരെയും ഒരു മിലിറ്ററി എയർക്രാഫ്റ്റും ഇന്ത്യയിലേക്ക് അയച്ചിരുന്നില്ല. ഒരു സിവിലിയൻ എയർപോർട്ടിലേക്ക് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് വന്നിറങ്ങാനുള്ള അനുമതി കൊടുക്കുന്നത് തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു വലിയ ആഘാതമാണെന്നാണ് എൻ്റെ ടേക്ക്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഇത് അമേരിക്കയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാലന്റൈൻ ഡേ മെസ്സേജ് ഉണ്ട്. എന്താണെന്നറിയുമോ? US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പങ്കുവച്ചിരിക്കുന്ന ഒരു വാലന്റൈൻ ഡേ മെസ്സേജാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: റോസസ് ആർ റെഡ്, വയലറ്റ്സ് ആർ ബ്ലൂ, കം ഇല്ലീഗലി ആൻഡ് വി വിൽ ഡിപ്പോർട്ട് യു എന്ന് പറഞ്ഞിട്ട് ഒരു വാലന്റൈൻ സന്ദേശം അയച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ കാണാത്തതാണ്, അമേരിക്കയിൽ പരിചിതമല്ലാത്ത ഒന്നാണ്. ഒരു വാലന്റൈൻ ദിനത്തിൽ ഇത് ഡിസ്ഗസ്റ്റിംഗ് ആണ്, ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്ന് അമേരിക്കൻ ജനത തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അമേരിക്കയ്ക്കൊരു മെസ്സേജ് കൊടുക്കണം ലോകത്തോട്. ഞങ്ങളുടെ നാട്ടിൽ ഇല്ലീഗലായി നിങ്ങൾ കടന്നു കയറിയാൽ ഞങ്ങൾ നിങ്ങളെ കയ്യാമം വെച്ചും കാൽവിലം കിട്ടും, ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിൽ നിങ്ങളുടെ നാട്ടിലേക്ക് അയക്കും, നിങ്ങൾ ഏത് കൊലകൊമ്പനാണെങ്കിലും. കൊളംബിയയിലേക്ക് വന്നപ്പോൾ ഗുസ്തവോ പെട്രോ പറഞ്ഞ എന്താ? ഇതേപോലെയല്ല, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത്.
വിളിക്കുന്നത്. കൊളംബിയൻസ് ആർ റെസ്പെക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ബ്രസീലിലേക്ക് പോകുമ്പോൾ ഡിസിൽവ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രസീലിയൻ മസ്റ്റ് ബി റെസ്പെക്റ്റഡ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ത്യൻസ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ് എന്നൊരു വാക്കുപോലും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനോട് പറയാൻ കഴിയാഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ എയർക്രാഫ്റ്റിൽ വരുന്ന സമയത്ത് ഇതേപോലെ സിഖുകാരുടെ ടർബൻ എടുത്ത് കളഞ്ഞ വിവാദമില്ല. അത് കഴിഞ്ഞപ്പോൾ കാൽവിലങ്ങുണ്ട്, കൈവിലങ്ങുണ്ട്, അതുകൂടാതെ സിഖുകാരുടെ തലപ്പാവിൽ എടുത്തു കളഞ്ഞ് അപമാനിച്ചു എന്ന വിവാദം കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഒരു ടാഞ്ചിബിളായ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണക്കുകൾ നമ്മളോട് പറയുന്നത് ഇനി 24,974 ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇതേ ദുർവിധി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾ ഒരു ക്ലിയർ കട്ട് മെസ്സേജ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നോക്കൂ, ജോ ബൈഡൻ ഒരു വർഷം കൊണ്ട് അറസ്റ്റ് ചെയ്ത ആളുകളെ 18 ദിവസം കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11,000 ആളുകളെ സ്പെഷ്യൽ ഡ്രൈവാണ് അവിടെ നടത്തുന്നത്. ഈ പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിലെ മറ്റു ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇപ്പോൾ അതുകൊണ്ട് 90% ക്രോസ് ബോർഡർ ഇല്ലീഗൽ മൈഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കത്തക്ക രീതിയിൽ ഈ രീതിയിലല്ല നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെയാണ് ഒരു മാന്യത കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യം ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റിനെ ഒരു ക്രിമിനലായിട്ട് കണക്കാക്കുന്നില്ല. അമേരിക്കയ്ക്ക് ഒരു ക്രിമിനലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അവരൊരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണ്. നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരൊറ്റ ക്രിമിനൽ നടപടിയും ഇന്ത്യയിലില്ല കേട്ടോ. ഈ വന്നേക്കുന്ന ഒരൊറ്റ ഇല്ലീഗൽ മൈഗ്രൻറ്റിനെതിരെയും ഒരൊറ്റ ക്രിമിനൽ നടപടിയും എടുക്കുക സാധ്യമല്ല. എപ്പോൾ പാസ്പോർട്ട് വ്യാജമായി ഉണ്ടാക്കാത്ത പക്ഷം, രേഖകൾ ഫോർജ് ചെയ്യാത്ത പക്ഷം ഹരിയാനയിലെയും പഞ്ചാബിലെയും മുഴുവൻ ആളുകളെയും അവരുടെ വീടുകളിലേക്ക് പോലീസ് വാഹനത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. 63 മണിക്കൂറൊക്കെയാണ് ഈ വിമാനം യൂറോപ്പിലെ പല ഫ്യൂവൽ സ്റ്റേഷനുകളിലും പോയിട്ടാണ് വന്നത്. C-17 പോലെ ഗ്ലോബ് മാസ്റ്റർ പോലെ ഒരു ഡിഫൻസിൻ്റെ വിമാനത്തിൻ്റെ ഉള്ളിലെ യാത്ര എന്ന് പറയുന്നത് എത്രമാത്രം ദുർഘടം. ദാറ്റ്സ് എ കാർഗോ ഫ്ലൈറ്റ്. അതൊരു കാർഗോ ഫ്ലൈറ്റ് ആണ്, അതൊരു പാസഞ്ചർ ഫ്ലൈറ്റ് അല്ല. അങ്ങനെ ഒരു കാർഗോ ഫ്ലൈറ്റിൽ ഈ വാഗൺ ട്രാജഡി എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആകാശത്തെ ഒരു ഫ്ലൈറ്റ് ട്രാജഡി ആയിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരിൽ പലരും ഒരു നേരത്തെ ടോയ്ലറ്റ് മാത്രം ഉപയോഗിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. മുട്ടിൽ ഇഴഞ്ഞ് ടോയ്ലറ്റിൽ പോയി, അതും അത്യന്തം വൃത്തിഹീനമായ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നിരിക്കേണ്ടി വരുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ അവസ്ഥ എന്നുള്ളത് അത്യന്തം ദയനീയമാണ്. നമുക്ക് പറയാം, അവൻ അനധികൃതമായി കുടിയേറിയവനല്ലേ, അവൻ ഇങ്ങനെ വേണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവനൊരു ക്രിമിനൽ അല്ല, അവനൊരു ഇന്ത്യൻ പൗരനാണ്, അവനൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ്. നമ്മൾ അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമാണ്. പക്ഷേ അവനെ തിരിച്ചയക്കുമ്പോൾ നമ്മളവനെ സ്വീകരിക്കും. പക്ഷേ അത് മാന്യമായി വേണം എന്നുള്ളതാണ്. കാരണം അത് ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാരം, സൊവറിറ്റിയുടെ റെസ്പെക്റ്റാണ്, അതിനെ ആദരിക്കലാണ്, ഇന്ത്യൻ പൗരൻ്റെ അന്തസ്സിനെ, ഡിഗ്നിറ്റിയെ മാനിക്കലാണ്. അതാണ് യഥാർത്ഥത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാതെ പോയത് എന്നുള്ളതാണ്. എന്തായാലും നരേന്ദ്രമോദി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അതിൻ്റെ ഫലം നമ്മൾ കാണുന്നില്ല. 3 തവണയും ഇന്ത്യയുടെ സിവിലിയൻ എയർപോർട്ടിലേക്ക് അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ഡിഫൻസ് വിമാനം പറന്നിറങ്ങി എന്നുള്ളത് ഗുരുതരമായ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ആൻറ്റോ അഗസ്റ്റിൻ, 3 ഫ്ലൈറ്റുകൾ എത്തി. ഇനിയൊരു ഫ്ലൈറ്റും കൂടെ വരാൻ ഷെഡ്യൂളാണ്. 24,974 പേരുടെ ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. സമാന അനുഭവമായിരിക്കും, മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ട്രംപ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യം അപമാനിച്ചാലും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് പാകിസ്ഥാനോട് മാത്രമല്ല, അത് ചൈനയോട് മാത്രമല്ല. നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ള ശൈലിയാണ്. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കാരണം 2013 മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ദേവയാനി ഖോബർഗഡെ എന്ന് പറഞ്ഞ ഇന്ത്യൻ കോൺസുലേറ്റ് അംഗം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അവരെ ഒരു വീട്ടുജോലിക്കാരിയുടെ പരാതിയിൽ മേലെ അറസ്റ്റ് ചെയ്തു. അന്ന് എന്താ സംഭവിച്ചത്? ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. അപ്പോൾ പരിഹസിക്കുന്ന രൂപത്തിലാണ് ഇന്ത്യക്കുള്ള മറുപടി. കാരണം അങ്ങനെ ഒരു നയതന്ത്ര പരിരക്ഷയൊന്നും ഇവർക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാടെന്നറിയോ? അവരെ കൈവിലങ്ങ് അണിയിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ അമേരിക്ക പുറത്തുവിട്ടു. അപ്പം ഇന്ത്യ സ്വീകരിച്ച നിലപാടെന്താ അറിയോ? അമേരിക്കയുടെ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചു. ആരോടാണ്? അമേരിക്കനോടാണെന്ന് ഓർക്കണം. ഇപ്പം നമ്മൾ പഞ്ചമുച്ചം അടക്കി നിൽക്കുന്ന അമേരിക്കയുമായി ബന്ധമുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചു. അമേരിക്കയിലെ എല്ലാ എംബസി ഉദ്യോഗസ്ഥന്മാരോടും ID കാർഡ് ഹാജരാക്കാൻ പറഞ്ഞു.
നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യയിലുള്ള എംബസി ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഹാജരാക്കാൻ പറഞ്ഞു. എംബസിയുടെ പോലീസ് സുരക്ഷ പിൻവലിച്ചു. ഏത് ഇന്ത്യയുടെ അമേരിക്കൻ എംബസിയുടെ പോലീസ് സുരക്ഷ പിൻവലിച്ചു. അതുമാത്രമല്ല എംബസി ഉദ്യോഗസ്ഥരെ വീട്ടുജോലിക്കാരുടെ പൂർണ്ണ ID-യും അതിൻ്റെ ഡീറ്റെയിലും ഹാജരാക്കാൻ പറഞ്ഞു. ഇന്ത്യയിൽ ഹാജരാക്കാൻ പറഞ്ഞു. പിന്നെ എന്താണ്, യുദ്ധസമയത്ത് മാത്രമാണ് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യ. എല്ലാ സമയത്തും എന്ത് ചെയ്തു, പുറത്തു പോകുന്ന എംബസി വാഹനങ്ങളുടെ സുരക്ഷ പിൻവലിച്ചു. ശക്തമായ നിലപാടാണ്. എന്താണ്, എംബസി ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര മദ്യപിക്കുന്ന ആൾക്കാരാണ്, അമേരിക്കക്കാരാണല്ലോ. മദ്യം കൊണ്ടുവരുന്നത് തടഞ്ഞു. കാരണം ഏറ്റവും അവസാനത്തെ കണ്ടില്ല, മദ്യം വരെ കൊണ്ടുപോകുന്നത് തടഞ്ഞു. അപ്പം കോൺഗ്രസ് എടുത്തൊരു നിലപാടുണ്ടല്ലോ, അമേരിക്കയെ കൊണ്ട് അവസാനം ഇന്ത്യ പറഞ്ഞെന്തറിയോ, നിങ്ങൾ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചതിൽ മാപ്പ് പറയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞു. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു, അമേരിക്ക എടുത്ത കേസ് റദ്ദാക്കി ആ ഉദ്യോഗസ്ഥയ്ക്ക് എല്ലാവിധ പരിരക്ഷയും കൊടുത്തു. ഇത് നടന്ന രാജ്യം ഇന്ത്യയിലാണ്. ഇത് രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാ? അമേരിക്കനോടാണ്. അങ്ങനെയുള്ള അമേരിക്കനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് കാണിച്ച ധൈര്യം പോലും, മൻമോഹൻ സിംഗ് സർക്കാർ കാണിച്ച ധൈര്യം പോലും നരേന്ദ്രമോദിക്കില്ല. നരേന്ദ്രമോദി എപ്പോഴാണ് പോകുന്നത്? നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും ചങ്ങലയും വിട്ട് 46 മണിക്കൂർ 56 മണിക്കൂർ ഫ്ലൈറ്റിലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറയാം ഇന്ത്യക്കാരുടെ വില ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്തു. ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദി പോയത് അല്ലേ? നരേന്ദ്രമോദി അവിടെ ചെന്ന് തിരിച്ചു വന്നതിന് ശേഷം സംഭവിച്ച കാര്യമല്ലോ. ആ സ്ഥലത്തേക്ക് പോയിട്ട് പോലും എന്ത് സംഭവിച്ചു? ഒരക്ഷരം മിണ്ടാതെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഒരു വ്യാപാര ബന്ധമില്ലാന്നേ. എന്ത് വ്യാപാരം എന്താണുള്ളത്? അവിടെ നമുക്ക് അവിടുന്ന് ഒരു അമേരിക്കൻ യുദ്ധവിമാനം കിട്ടിയിട്ടൊന്നുമല്ലോ ഇന്ത്യയിൽ ഇത്രയും നാളെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിലെ സൈനികർ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വല്ലാണോ? ഒരു വ്യാപാരം. ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പെട്ടുപോയാൽ നമ്മൾ ഇന്ത്യക്കാരൻ എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത് അല്ലേ? നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ അവിടെ ഓടിച്ചെല്ലുന്ന സ്ഥലം ഇന്ത്യൻ കോൺസുലേറ്റ് ആയതുകൊണ്ടും ഇന്ത്യൻ എംബസി ആയതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ആ സ്ഥലത്തേക്ക് നമുക്കൊരു ധൈര്യമില്ലാതെ, നമ്മളെ ഒരു വിലയില്ലാതെ, നമ്മളെ കർത്തവർഗക്കാരനും തൗട്ടുവർഗക്കാരനുമായി കാണുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തോട് പോയി പണി നോക്കാൻ പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും പറയുന്ന പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെ അവിടുന്ന് എല്ലാ കരാറുകളും ഒപ്പിട്ട് ഞങ്ങൾ 800 കോടി രൂപേൻ്റെ ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം നടത്താമെന്നും 500 ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം ഇവിടെ നടത്താമെന്നും ഒക്കെ കരാർ ഒപ്പിട്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു വന്നു കഴിയുമ്പോഴും പുറകെ ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അഴിച്ച് ഫ്ലൈറ്റിൽ കയറ്റി. ഈ അരുൺ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അത് കാർഗോ ഫ്ലൈറ്റാണ്. 4, 5, 6 ഡിഗ്രി തണുപ്പിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുവരുന്ന അവസ്ഥ ആലോചിക്കുക. 40-46 മണിക്കൂറൊക്കെ ഒരു കാർഗോ ഫ്ലൈറ്റിൻ്റെ അകത്ത് 46 ഡിഗ്രി തണുപ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് അവർക്ക് കേസില്ല. നമ്മുടെ രാജ്യത്ത് എന്താ കേസ്? നമ്മുടെ രാജ്യത്ത് ഒരു കേസും ഇല്ല. അവർ ഡീപ്പോർട്ട് ചെയ്യാതെ അവരെ ജയിലിടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് അവരെ രാജ്യത്തെ നിയമമെന്ന് പറയാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടെ ഒരു നിയമമില്ല. നിങ്ങളുടെ രാജ്യത്തൊരു ഒഡീസാർ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ് പൗരന്മാരെ നമ്മൾ സഹകരിക്കാൻ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക. അവിടെ കൈവിലങ്ങിട്ടാണ് വരുന്നത്, കാൽവിലക്കെട്ടാണ് ഇടുന്നത്. ഇന്ത്യൻ എയർ സ്പേസിൽ അമേരിക്കയുടെ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ പൗരനെ കൈവിലങ്ങണിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ എയർ സ്പേസിൽ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഇറ്റലി അല്ലേ, നമ്മുടെ ആ കപ്പലിൻ്റെ അകത്തുനിന്ന് ഒരു നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളിനെ വെടിവെച്ച് കൊന്നു. അയാൾ പിടിച്ച് ഇവിടെ ഇട്ടു. അവിടെ അവിടുത്തെ ആ രാജ്യത്തെ മന്ത്രി രാജ്യമൊക്കെ വന്നു. ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരാളുടെ രാജ്യം. അവർ പറഞ്ഞ സംവിധാനം മുഴുവൻ ഇവിടെ അവർ കൂട്ടിയിട്ട് പോയി. അവർ കൂട്ടിയിട്ട് പോയി. കാരണം എന്താണ്? അവിടുത്തെ രാജ്യത്തെ മനുഷ്യന് വിലയുണ്ട്, നമ്മുടെ രാജ്യത്ത് മനുഷ്യന് വിലയില്ല എന്ന് നമ്മുടെ ഭരണാധികാരി തന്നെ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ഒരു വാക്ക് ഇപ്പം എന്തായിരുന്നു, ആദ്യം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയല്ലായിരുന്നോ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പരാതി? മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയല്ലായിരുന്നോ? അവിടെ റദ്ദ് ചെയ്യണമായിരുന്നു. അവിടെ റദ്ദ് ചെയ്തിട്ട് പറയണം, ഇന്ത്യക്കാരോട് ഇതുപോലെ പെരുമാറുന്ന ഒരു രാജ്യമായിട്ട് ഞങ്ങൾക്കൊരു നയതന്ത്ര ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ തീരുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ? ഏഷ്യൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ് അവർക്ക് അമേരിക്ക എന്ന് പറയുന്നത്. അവർ ഇന്ത്യനെ കാണിച്ചിട്ടാണ് ചൈനയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഇന്ത്യയും കൂടെ കൂടിയാൽ
എന്താണ് നിങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയെ. ആ സമയത്ത് സ്ട്രോങ് ആയ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനപ്പുറമാണ് ഈ പറഞ്ഞ വ്യാപാര കരാറുകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ മഹത്വം വലുതായിരിക്കും. നമ്മൾ നരേന്ദ്രമോദിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പാകിസ്ഥാനോട് മാത്രം ദേഷ്യപ്പെടാനും പാകിസ്ഥാൻ മാത്രം പറഞ്ഞാൽ ദേഷ്യപ്പെടാനും ചൈന പറഞ്ഞാൽ മാത്രം ദേഷ്യപ്പെടാനുള്ളതാണോ? നമ്മുടെ ലോകരാജ്യത്ത് ഏത് രാജ്യം ഇന്ത്യയിലെ ഒരു പൗരനെയോ അവമാനിക്കുകയാണെങ്കിൽ ആ അവമാനിക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഇവരെയൊക്കെ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളതും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ അധികാരത്തിന് നമ്മൾ എന്താ പറയാൻ പറ്റുക? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ രണ്ടാമത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം ഇന്ത്യയിലെ ജനങ്ങളെ വില വെക്കുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 150 ആകെ 400 പേരേ ഉള്ളൂ. 400 പേര് എങ്ങനെ വന്നാൽ നമുക്കെന്താ? 100 കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ? 130 കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ? 400 കോടിയല്ല, ഒരാൾക്കാണെങ്കിലും നമ്മൾ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുള്ളൊരു മെസ്സേജ് പ്രധാനമന്ത്രി ഇനിയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, വിലങ്കിൽ മൗനമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളത് നരേന്ദ്രമോദിക്ക് അവിടെ നടത്തിയ ചർച്ചകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തു. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മീറ്റിംഗ് മുതൽ, അതായത് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് നടത്തിയ യോഗങ്ങളിൽ വരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപ് എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ്? യുവമാരെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഇവിടേക്ക് അനധികൃതമായി കുടിയേറി വരുന്നവരെ എങ്ങനെയാണ് ട്രംപ് ഭരണകൂടം ഡീല് ചെയ്യുന്നത് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നിർഭാഗ്യവശാൽ അത് നമ്മുടെ രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അവർക്ക് തിരിച്ചയക്കാനുള്ളത് എന്ന ഒരു ഡാറ്റ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തെക്കാളൊക്കെ കൂടുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത സാൽവദോറും കഴിഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയും അധികം ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന ഒരു ഫാക്ട് കൂടി നമ്മുടെ മുന്നിലുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന UPA ഭരണകാലത്തെയൊക്കെ കുടിയേറ്റത്തെക്കാൾ കൂടുതലാണ്. അതിൻ്റെ കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് ഈ പ്രസിഡൻഷ്യൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം എന്താണ്? നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പോലൊന്നുമല്ല. ഡൊണാൾഡ് ട്രംപ് അന്നേ പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയായിരിക്കും എടുക്കുക എന്നുള്ളത്, ക്രാക്ക് ഡൗൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളത് അനൗൺസ് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതിനേക്കാൾ മാന്യമായ ഒരു പെരുമാറ്റം ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നോ ഉള്ള പൗരന്മാരോട് കാണിക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തിയത് C-17 എത്തിയത് 120 ഇന്ത്യൻ കുടിയേറ്റക്കാരാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലൈറ്റും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 16 ഫെബ്രുവരി 5 ശേഷം ഇപ്പോൾ 2 ഫ്ലൈറ്റ് മൊത്തം വന്നു. അപ്പോൾ ഫെബ്രുവരി 5 ഫസ്റ്റ് ഫ്ലൈറ്റ് വരുമ്പോഴാണ് 104 പേരുമായുള്ള വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത്. അതിൽ ഹരിയാന, ഗുജറാത്ത് സ്വദേശികളാണ് 33 പേര് വീതം, പഞ്ചാബിൽ നിന്നുള്ള 30 പേര്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു റൂട്ട് എങ്ങനെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനെ അവർ പറയുന്നത് ഡോങ്കി റൂട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ നിയമവിധേയമേ അല്ലാത്ത, നേരത്തെ മെക്സിക്കോ വഴിയാണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, മറ്റ് പല വഴികളിലൂടെ പോവുകയാണ്. അപ്പോൾ ആ കുടിയേറ്റം മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുന്നു, പിടിക്കപ്പെടാതിരിക്കാൻ നോക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചങ്ങലക്കിട്ടുകൊണ്ടെന്ന വിവാദത്തിൽ ഇന്ത്യ മൗനം പാലിച്ചോ, പ്രതിപക്ഷത്തോട് മറുപടി കൊടുത്തില്ല എന്ന രീതിയിൽ കേട്ടു. പക്ഷേ അങ്ങനെയല്ല. രാജ്യസഭയിൽ കൃത്യമായി ജയശങ്കർ തന്നെ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ തന്നെ മറുപടി കൊടുത്തതാണ്. അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് അമേരിക്കൻ അധികൃതരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് പറയുന്നു. അതായത് നരേന്ദ്രമോദി പോകുന്നതിന് മുൻപുള്ള കാര്യമാണ്. അതിനുശേഷമാണ് നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അല്ലാത്ത പക്ഷം ചർച്ചയാകാത്ത വിഷയങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദിയോ ഡൊണാൾഡ് ട്രംപോ പറയില്ല. ചർച്ചയായ വിഷയങ്ങൾ, ഒപ്പിട്ട കരാറുകൾ, ഇതൊക്കെ സംബന്ധിച്ചാണ് രണ്ട് രാഷ്ട്രങ്ങളുടെ തലവന്മാർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുക. അതുതന്നെയാണ് അവിടെയും കണ്ടത്. അവിടെ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? അനധികൃത കുടിയേറ്റം, അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, ഇതിനെ രണ്ടിനെയും ഇന്ത്യ എതിർക്കുകയാണ്. അത് ഇന്ത്യയുടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ വാർത്താ സമ്മേളനത്തിൽ റീഇറ്ററേറ്റ് ചെയ്യുവാണ്, ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദി. ഈ അനധികൃതമായി താമസിക്കുന്നവർ, ഇപ്പോൾ അമേരിക്കയിലേക്ക് താമസിച്ച നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി അവിടെ ഇപ്പോഴും ജോലി ചെയ്ത് പല സെക്ടറുകളിലും വർഷങ്ങളായി നിൽക്കുന്ന, അവിടെ ഗ്രീൻ കാർഡൊക്കെ എടുത്ത് സെറ്റിലായ ആളുകൾ, നമ്മുടെ അടക്കം ബന്ധുക്കളടക്കമുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യം കൂടി ആയതുകൊണ്ട് അവർക്കൊന്നും അവിടെ ഒരു പ്രശ്നവും അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇല്ലീഗലായി പോയി അവിടെ പിടിക്കപ്പെട്ട് അവരൊക്കെ ഈ തടവറയിൽ കഴിയുന്നതിനേക്കാൾ അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചുവിടുന്നു എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ. അവിടെ ഇനിയിപ്പോൾ ഡീറ്റെയിൻ ചെയ്യുന്നില്ല, അവിടെ തടങ്കലിൽ പാർപ്പിക്കുന്നില്ല, തടവറകൾ തുറക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഓരോ ഇടങ്ങളിലും ഈ ആളുകളെ പൂട്ടിയിടാനായിട്ടുള്ള തടവറകളാണല്ലോ. എന്തായാലും ഡീറ്റെയിൻ ചെയ്യുന്നു, ഡീറ്റൻഷൻ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ തടവറകളാണ്, അല്ലാതെ അവർക്ക് വീട് പണിത് കൊടുക്കുകയല്ലല്ലോ ഇന്ത്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം അമേരിക്കയിൽ ഉണ്ടാകില്ല എന്നതും ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ ചർച്ചയായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പറയുന്നത്, ഇന്ത്യക്കാരായ ആരെയൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നു അവരെയെല്ലാം തിരിച്ച് ഏറ്റെടുക്കാൻ
ഇന്ത്യ തയ്യാറാണ് എന്നതാണ് അവിടെ നടത്തിയിരിക്കുന്ന ഡിക്ലറേഷൻ. ഇനി അമേരിക്ക നാട് കടത്തിയ ആളുകളെ എല്ലാവരെയും വീട്ടിൽ കൊണ്ടുവിടേണ്ടി വന്നു, അവർക്കെതിരെ കേസൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിലും ഒരു കാര്യമുണ്ട്. ഈ ശനിയാഴ്ച വന്നിറങ്ങിയ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ 2 പേരെ പഞ്ചാബ് പോലീസ് അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരും കൊലക്കേസിലെ പ്രതികളാണ്. 2023 രാജ്പുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ പ്രതികളാണ് സന്ദീപ് സിംഗും പ്രദീപ് സിംഗും. അപ്പോൾ അവരെ 2 പേരെയും അവർ ഇമ്മീഡിയറ്റ്ലി വന്നിറങ്ങുമ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ആളുകൾ അവർ പ്രോപ്പർ റൂട്ടിലൂടെ അല്ല പോകുന്നത്. ചിലരൊക്കെ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായി പെട്ടുപോയവരുണ്ട്, നിങ്ങളൊക്കെ സൂചിപ്പിച്ച എക്സാമ്പിൾ പോലെ. എന്നാൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം അവിടേക്ക് കടന്നു കളഞ്ഞവരും ഈ കൂട്ടത്തിലുണ്ടാകാം. ഉണ്ട് എന്നുള്ള സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ആളുകളെ പരിശോധിച്ചതും അതിൽ നിന്ന് കൃത്യമായി ആ കൊലക്കേസ് പ്രതികളായ 2 പേരെ 2023 ഇവിടെ കൊലപാതകം ചെയ്തിട്ട് കടന്നു കളഞ്ഞതാണ് അമേരിക്കയിലേക്ക്, അവരെ അറസ്റ്റ് ചെയ്തു. ഇനി ഈ ഡിപ്പോർട്ടേഷനെ കുറിച്ച് പറയുന്ന നേരത്തെ SOP കുറിച്ച് ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ICEയുടെ റൂൾ അനുസരിച്ച് 2012 മുതൽ ഈ രീതിയിൽ തന്നെയാണ്, അതായത് ഹാൻഡ് കഫ്സും ഒക്കെ ഉപയോഗിക്കുന്ന റിസ്ട്രെയിൻറ്റിലൂടെ തന്നെ കൊണ്ടുവരും എന്ന് തന്നെയാണ് അവരുടെ SOPയിൽ പറയുന്നത്. അതാണ് ജയ്ശങ്കർ പാർലമെന്റിൽ കോട്ട് ചെയ്തതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2012 മുതലുള്ള പ്രോസസ് ഓഫ് ഡിപ്പോർട്ടേഷൻ തന്നെയാണ് 2025 ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റു രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്കാരെ ഹാൻഡ് കഫ് ഇട്ട് ചങ്ങലക്കിട്ട് അങ്ങനെ ബന്ധിച്ച് കൊണ്ടുവരേണ്ടവരല്ല ഇന്ത്യക്കാരെ, അവരുടെ ബഹുമാനത്തോടു കൂടി തന്നെ ട്രീറ്റ് ചെയ്യണം എന്നത് തന്നെയാണ് നമ്മുടെ നിലപാട്. പക്ഷേ അമേരിക്ക ചെയ്യുന്നത് അവരുടേതായ രീതി തന്നെയാണ്, അത് മാറ്റാൻ തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്. അത് ഈ യുദ്ധവിമാനം എന്തുകൊണ്ട് എടുക്കുന്നു എന്നതിലേക്ക് കൂടി വരാം. ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു സിവിലിയൻ ഡിപ്പോർട്ടേഷൻ ഫ്ലൈറ്റ്സ്, കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് എന്തുകൊണ്ട് എടുത്തുകൂടാ, അങ്ങനെയുള്ള വിമാനങ്ങളിൽ മറ്റു രാജ്യങ്ങൾ അതേ അനുവദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് അങ്ങനെയുള്ള വിമാനങ്ങളെ അനുവദിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തത്, എന്തുകൊണ്ട് ഇവിടെ പറ്റില്ല? ഇവിടെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ ഇവരെ കയറ്റി അയക്കാൻ പോകുന്നത് യുദ്ധവിമാനത്തിലായിരിക്കും. ഞാൻ ഇതൊരു സ്ട്രോങ് ആയ ഒരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ തലവൻ തീരുമാനമെടുക്കുകയാണ്, അതാ അദ്ദേഹത്തിന്റെ രാജ്യമാണ്. അമേരിക്കയിൽ പോയി നരേന്ദ്രമോദിക്ക് അമേരിക്ക ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം, പക്ഷേ എൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ രാഷ്ട്രത്തിൻ്റെ തീരുമാനം ഇതാണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനം ഇതാണ്, ഞാൻ ഈ രീതിയിലാണ് ചെയ്യുക. ഇതൊരു ഇല്ലീഗൽ ഇമിഗ്രേഷന് നേരെയുള്ള ബ്രോഡർ മെസ്സേജാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. സ്ട്രിക്ട് നോ നോൺസെൻസ്, നരേന്ദ്രമോദിയോട് പറഞ്ഞതാണ്, സ്ട്രിക്ട് നോ നോൺസെൻസ് അപ്രോച്ച് ടു എൻഫോഴ്സിംഗ് ദ കൺട്രീസ് ഇമിഗ്രേഷൻ ലോസ്. അതാണ് ചെയ്യാൻ പോവുക എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി എന്ത് തിരിച്ചു പറയണമെന്നാണ്? രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ഈ പറയുന്ന മിലിറ്ററി വിമാനത്തിൽ തന്നെയായിരിക്കും കയറ്റി അയക്കുക എന്നത് എൻ്റെ രീതി ഇതാണ്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്പീച്ചസിലും അദ്ദേഹം വിളിക്കുന്നത് എങ്ങനെയാണ്? ഏലിയൻസ്, ക്രിമിനൽസ്, അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെയാണ് മാറി മാറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് മാറാൻ പോകുന്നില്ല എന്നത് ഇനിയിപ്പോൾ അടുത്ത വിമാനം വന്നാലും ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഈ രീതിയിൽ യുദ്ധവിമാനങ്ങൾ C-17 ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്സ് ആണ്. പക്ഷേ ഇത് ട്രംപിൻ്റെ തീരുമാനമാണ്. ട്രംപ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞാൻ അങ്ങനെയേ ചെയ്യൂ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് ചെലവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവ് കൂടുതലാണ്. കൊമേഴ്സ്യൽ ചാർട്ടേഡ് വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറിൽ ഇന്ത്യയിലേക്ക് പറക്കുന്നതിന് ഒരു മണിക്കൂറിന് $17,000. ഒരു മണിക്കൂറിന് $17,000 വെച്ച് ചിലവിട്ടാണ് ഇന്ത്യയിലേക്ക് ഈ ഓരോ ഫ്ലൈറ്റും വരുന്നത്. അതേസമയം സിവിലിയൻ വിമാനമാണെങ്കിൽ ഈ C-17 ഉപയോഗിക്കുമ്പോഴേക്കും $28,500. ഒരു മണിക്കൂറിൽ $28,500 ചിലവാണ് ഒരു C-17 ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പെർ പേഴ്സൺ എത്രയാണ് അവിടെ ചിലവാക്കുന്നതും കൂടി നോക്കൂ. അത്രയും ചിലവിട്ടാലും വേണ്ടില്ല, എൻ്റെ മെസ്സേജ് ഇതാണ്, എനിക്കിതാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരണ്ട, ഇങ്ങോട്ട് അതിർത്തി വഴി നുഴഞ്ഞു കയറി വരേണ്ട എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല, ക്രിമിനൽ കുറ്റമാണ്. അതായത് വരുന്നവർ ക്രിമിനൽസ് ആണ്, ഇവിടെ നിന്ന് കയറിപ്പോയോ ഇന്ത്യക്കാരനാണെന്ന് വെച്ച് ക്രിമിനൽ കുറ്റം അല്ലാതാകുന്നില്ല. അമേരിക്ക എന്ന രാജ്യത്ത് അവർ ക്രിമിനൽ കുറ്റമായി കണ്ടിരിക്കുന്ന ഒന്നാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. അപ്പോൾ ആ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ക്രിമിനൽസിനെ ഞാൻ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്ന ഒരു സന്ദേശം ഡൊണാൾഡ് ട്രംപ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഡീറ്റൻഷൻ ഇല്ല എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്? തടവറയിൽ പാർപ്പിക്കും, 20 വർഷമൊന്നും തടവറയിൽ കിടക്കാം, അമേരിക്കയിൽ നിന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ അപ്പീലില്ല. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ, അറസ്റ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പീലിന് പോകാനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കയറ്റിവിടും. അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഫോക്കസ് ഓൺ സ്പീഡ് എന്നാണ് ട്രംപ് തൻ്റെ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം.
ഇവിടെ ഇപ്പോൾ ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും അവർ നമ്മുടെ രാജ്യത്തിന് എന്താണ് തന്നിരിക്കുന്നത്, നമുക്ക് വലിയ നാണക്കേട് തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നമ്മൾ അവരുടെ തിരിച്ചു വരുമ്പോഴുള്ള അവരുടെ പൗരാവകാശങ്ങളെക്കുറിച്ച് അവരെ നമ്മൾ നന്നായി ഹാൻഡിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവർക്കൊപ്പം നിൽക്കുമ്പോൾ, ഇന്ത്യക്കാരൻ എന്ന പൊതുവികാരത്തിനൊപ്പം നമ്മൾ നിൽക്കുമ്പോഴും അവർ നമ്മുടെ രാജ്യത്തിന് ഒരു ഡിസ്ഗ്രേസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തലവൻ, നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് ചെല്ലുമ്പോൾ ആ പ്രധാനമന്ത്രിയോട് പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് എല്ലാം ഇങ്ങനെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്, അവർ ക്രിമിനൽസ് ആണ്, അവരിങ്ങനെ നുഴഞ്ഞു കയറി വന്നവർ, അപ്പോൾ അവരെ എൻ്റെ രാജ്യത്തേക്ക് ഞാൻ തിരിച്ചെടുക്കാം എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ തീരുമാനം ഇതാണ്, ഞാൻ C-17 വിടൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ വിടണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്കത് അതിൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന റിക്വസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് താങ്കൾക്കല്ലല്ലോ, നരേന്ദ്രമോദിക്കല്ലേ അറിയൂ. നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ. ഒരു രാജ്യത്തിന്റെ തലവൻ മറ്റൊരു രാജ്യത്തിന്റെ തലവൻ ചർച്ചയായല്ലോ, ചർച്ചയായതുകൊണ്ടാണല്ലോ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചത്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നതിനെ, ഈ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അതിൽ അമേരിക്ക എടുക്കുന്ന സ്റ്റാൻഡിനൊപ്പം തന്നെയാണ് ഇന്ത്യ എന്നുള്ളത് അവിടെ വളരെ ക്ലിയർ ആണ്. ഇവിടെ ഇന്ത്യൻ എന്ന് പറയുന്നത് ഈ എല്ലാ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഞാൻ. അതായത് അൺഡോക്യുമെന്റഡ് ആണ്, രേഖകളുള്ള അല്ല. ഡോക്ടർ അരുൺ എല്ലാ രേഖകളുമായി അമേരിക്കയിൽ പോയി വന്നല്ലോ, മാഡം വന്നല്ലോ, ഉണ്ണിസാർ വന്നല്ലോ. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല. നിങ്ങൾ 4 പേരും പോയി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ അവിടെ പിടിച്ചു വെക്കുകയും C-17 കയറ്റി ഇങ്ങോട്ട് വിടുകയും ചെയ്തു. അവിടെ നിങ്ങൾ പോയി പറയട്ടെ, അത് വിഷയമാണ്. അവിടേക്ക് വിസിറ്റ് വിസയിൽ പോയാൽ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരണം. വിസിറ്റ് വിസയിൽ പോയി അവിടെ അങ്ങ് കയറി കൂടാമെന്ന് വിചാരിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടെന്നേ. അവരെയാണ് C-17 കയറ്റി തിരിച്ചു വിട്ടത്. നിങ്ങളെ ആരെയും വിട്ടില്ലല്ലോ. നിങ്ങളും ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ ലോഫുൾ ആയുള്ള ആക്ടിവിറ്റിയിലൂടെ അമേരിക്കയിലേക്ക് പോയി. അവരുമായി യാതൊരു പ്രശ്നവുമില്ല. അൺലോഫുൾ ആക്ടിവിറ്റീസ് ചെയ്തവരെ നമ്മൾ പിന്തുണച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഇനി ഒരു ഒറ്റ കാര്യം, ഡോക്ടർ അരുൺ, എന്റെ ടേക്കാണ്, ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ. ഇല്ലീഗൽ ക്രോസിംഗ് എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ അമേരിക്കയിൽ പോയ കാലയളവിൽ 2020-25 ആ കാലയളവിൽ, അതിൽ 2020 1000 ആയിരുന്നെങ്കിൽ 2023 ആകുമ്പോഴേക്കും 43,000 ആകുന്നുണ്ടെന്നേ. അത് ഞാൻ പറഞ്ഞതല്ല, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അതനുസരിച്ച് ഈ അസൈലം ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 5000-ൽ നിന്ന് 51,000 ആവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇവരെല്ലാം അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല. അപ്പോൾ കാനഡയുടെ നോർത്തേൺ ബോർഡർ വഴി കയറി പോകാതെ നല്ല രീതിയിൽ കൃത്യമായ വീസയിൽ അവിടേക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാനൊക്കെ ഇപ്പോഴും കൃത്യമായ സംവിധാനങ്ങൾ അവിടെയുണ്ട്. അല്ലാതെ അവിടെ പോകുന്നവരെല്ലാം ട്രംപ് പിടിച്ചു വെച്ചിട്ട് തിരിച്ചയക്കുന്നേ, ട്രംപ് ഇതാ ഇന്ത്യക്കാരെ കൊല്ലുന്നേ എന്നുള്ളതല്ല. ഇവിടെ ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ടും കാൽച്ചങ്ങല എളിയിച്ചും കൊണ്ടുവരുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ട്രംപ് അയാളുടെ രാജ്യത്തിന്റെ ആ രാഷ്ട്രത്തിന്റെ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പറയുന്നു. 65-40 ലക്ഷമൊക്കെ ചെലവഴിച്ച് നഷ്ടപ്പെട്ട് വീടും സ്വത്തും ഒക്കെ വിറ്റ് വേറെ രാജ്യത്തേക്ക് പോകുന്നത് തൊഴിൽ തേടിയാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത്. 2 പ്രശ്നങ്ങളാണ് ഇവിടെ തൊഴിലില്ല. സുജയ് തന്നെ പറഞ്ഞു UPA സർക്കാരിന്റെ കാലത്തേക്കാൾ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് പോകുന്നത് മോദി സർക്കാരിന്റെ കാലത്താണ്. റൈറ്റ്? എന്തുകൊണ്ടാണ് ഇന്ത്യ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഈ കാലയളവിൽ പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ അവിടെ അസൈലം തേടേണ്ടി വരുന്നത്? നമ്പർ 1. നമ്പർ 2, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണെന്നാണ് രാജ്യസഭയിൽ ജയശങ്കർ പറഞ്ഞത്. ഇതാണോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മിലിറ്ററി ഫ്ലൈറ്റിൽ ഡിപ്പോർട്ട് ചെയ്യുന്നത്? ഇനി ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്താൽ അതെങ്ങനെയാ അമേരിക്കയുടെ പോളിസി ആവുക? അമേരിക്കയുടെ പോളിസി 2012 മുതൽ അമേരിക്കയിലെ ICE സ്വീകരിച്ചു വന്ന പോളിസിയാണോ ഇത്? ജോ ബൈഡന്റെ കാലത്തോ ഡൊണാൾഡ് ട്രംപിന്റെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്യാമ്പയിൻ സ്റ്റേജിൽ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു മിലിറ്ററി വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി കടഞ്ഞ് വ്യോമാഭ്യാസത്തിനല്ലാതെ കടന്നു വന്നിട്ടുണ്ടോ? ഇന്ത്യൻ പറഞ്ഞല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. അമേരിക്കയുടെ സോവറിറ്റി അമേരിക്കയിലെ പൗരന്മാരെടുത്ത് അമേരിക്കയുടെ വ്യോമാതിർത്തിയിൽ അമേരിക്കയുടെ മണ്ണിൽ അമേരിക്കയുടെ ജൂറിസ്ഡിക്ഷൻ ചെയ്യണം. ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ ഇന്ത്യൻ പൗരന്റെ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ അമേരിക്കയുടെ ഒരു ഡിഫൻസ് പ്ലെയിൻ ഇന്ത്യൻ പൗരനെ കാൽവിലങ്ങിട്ട് കൊണ്ടുവരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയുടേതെങ്കിൽ അത് ഷെയിമാണ്. It's a shame. It's a shame on Indian sovereignty. ഇത് തിരിച്ചറിയാത്ത ആളുകളാണോ അപ്പോൾ ഭരിക്കുന്നത്? അതാണ് എന്റെ സംശയം. തിരിച്ചറിയാത്ത ആളുകളാണോ ഭരിക്കുന്നത് എന്നതാണ് നമ്മുടെ സംശയം. അവിടെ പോയി $500 ബില്യൺ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യൻ പൗരന്മാരുടെ കാൽവിലങ്ങും കൈവിലങ്ങും ഇട്ട് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കൊണ്ടുവന്ന് അവരെ നരകയാതന അനുഭവിച്ച് കൊണ്ടുവന്ന് ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ ഒരു അമേരിക്കൻ വിമാനത്തിൽ ഇന്ത്യൻ പൗരനെ ഇതേപോലെ ട്രീറ്റ് ചെയ്യാൻ എന്ത് അവകാശമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്? ടെൽ മീ, ഇന്ത്യൻ മണ്ണിൽ അവർ ക്രിമിനൽസ് ആണോ?
They're not criminals. ഇനി അവർ ക്രിമിനൽസ് ആണെങ്കിൽ ഇന്ത്യൻ നിയമത്തിലല്ലേ അവരെ ശിക്ഷിക്കുന്നത്? പറയട്ടെ, ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകൾ ഇത്രയധികം ആളുകളെ ഇവിടേക്ക് തിരിച്ചയക്കുന്നു എന്ന് പറയുകയും അത് ഈ രാജ്യത്തിന്റെ ഇപ്പോൾ ഭരിക്കുന്നത് എന്തായാലും NDA സർക്കാരാണ്, അതിന്റെ പ്രധാനമന്ത്രിയോട് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് നിങ്ങൾ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിയമവിരുദ്ധമാണ്, നമ്മുടെ രാജ്യത്തും നിയമവിരുദ്ധമാണ്, അമേരിക്കയിലും നിയമവിരുദ്ധമാണ്. ഇവിടെ ഡീറ്റൻഷൻ സെന്റേഴ്സ് ഉണ്ടാക്കിയിടുന്നു, അവിടെ ഡീറ്റൻഷൻ സെന്റേഴ്സ് ഇനി ഉണ്ടാകില്ല, കണ്ടുപിടിച്ചാൽ അപ്പോൾ കയറ്റിവിടും, രാജ്യത്ത് വേണമെങ്കിൽ സ്വീകരിച്ചോണം എന്ന് ട്രംപ് പറയുന്നത് കേൾക്കാനാണെങ്കിൽ പിന്നെ അംബാസഡർ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ പറയണമെങ്കിൽ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതാണ്, ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യൻ പൗരന്റെ ആത്മാഭിമാനവും സംരക്ഷിക്കാൻ കഴിയാത്തൊരു ഭരണകൂടം, ഇറ്റ്സ് എ ഷെയിം. അല്ല, ഒറ്റ കാര്യം സാറേ, 51,000 അസൈലം ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ 51,000 അസൈലം ആപ്ലിക്കേഷൻ വരാൻ കാരണം? നേരത്തെ മുതൽ അവിടെ അനധികൃതമായി കുടിയേറ്റ കയറുന്ന ആൾക്കാർക്ക് അവരുടെ പെർമിറ്റ് വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അസൈലം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവിടെ കുടിയേറ്റക്കാർക്കെല്ലാം വിസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് യുദ്ധവിമാനത്തിൽ കയ്യും കാലും കൂച്ചിക്കെട്ടി ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുകയല്ലോ വേണ്ടത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഒരു കാര്യം പറയായിരുന്നു, ഇത് ഇന്ത്യൻ പൗരന്മാർ, ഞങ്ങളുടെ രാജ്യത്ത് വിമാനമുണ്ട്, ഞങ്ങളുടെ വിമാനം വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരും, ഒറ്റ വാക്കി എയർ ഇന്ത്യ അയച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ വിമാനം അയച്ചിട്ടോ അവരെ കൂട്ടിക്കൊണ്ട് വരും. അവിടെ പ്രശ്നമുണ്ട്. കൊളംബിയക്ക് സ്വന്തം വിമാനം അയക്കാൻ പറ്റും, നമുക്ക് ഏതെങ്കിലും ഒരു വിമാനം അയക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോശം രാജ്യമാണെങ്കിൽ താങ്കൾ ഇത്രയും മോശം രാജ്യമാണെങ്കിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. അല്ല, സ്വന്തം രാജ്യത്തെ കാണിക്കുന്നത് ശരിയല്ല സുജയ. ഞാൻ എന്റെ രാജ്യത്തിൽ അഭിമാനിക്കുന്നു. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അപമാനിക്കപ്പെട്ട ചർച്ച. ഇന്ത്യ അപമാനിക്കുന്നു എന്നുള്ള കുറിച്ചാണ്. 2023 ഏറ്റവും അധികം ഇന്ത്യക്കാർ കുടിയേറിയത് 40,000 പേർ 2023 ഗുജറാത്തിൽ നിന്ന്. അല്ല, ഇവരെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരികയാണല്ലോ വേണ്ടത്. അമേരിക്കൻ വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പെർമിഷൻ കൊടുക്കുന്നു, അമേരിക്കൻ യുദ്ധവിമാനത്തിൽ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു വിമാനം പോയി അവിടെ ലാൻഡ് ചെയ്ത് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവർ 25,000 30,000 50,000 പിന്നെ എന്താണ് ഈ പറഞ്ഞ അനധികൃത കുടിയേറ്റക്കാരാണ് ഇന്ത്യക്കാരവിടെ ഉള്ളെങ്കിൽ എല്ലാവരെയും പിടിച്ചു വെച്ചോട്ടെ, നമ്മളെടുത്തുകൊണ്ട് വന്നുകൂടെ? അതാണ് നല്ല രീതിയിൽ നയതന്ത്ര ബന്ധമുള്ള രണ്ട് രാജ്യങ്ങൾ ചെയ്യേണ്ട പണി, അല്ലാതെ യുദ്ധവിമാനം അയക്കല്ലല്ലോ വേണ്ടത്. നമുക്ക് സമയമായി നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിയാൽ, വിലങ്ങിൽ മൗനമോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാളുടെ അഭിപ്രായം നോ എന്നാണ്. Meet the editors.